So, hi guys. ഹായ്. അപ്പൊ നമ്മള് പുതിയ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാല് സൂര്യയുടെ സൂര്യ ട്രാക്ക് ചെറുതായിട്ട് മാറുന്നു. സൂര്യയുടെ സിനിമ സൂര്യ മാറ്റി. അത് ഒരു നല്ല ഡിസിഷൻ ആണോ? അതിനെക്കുറിച്ച് സൂര്യയുടെ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വരുന്നത്. സൂര്യയുടെ മേജർ ഒരു മലയാളം സോങ്ങില് ഒരു ഫൈറ്റ് സീൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പുതിയ ജിത്തു മാധവൻ. അതെ, ഇപ്പൊ ചെട്ടികുളങ്ങര പാട്ടില് സൂര്യയുടെ ഒരു ഫൈറ്റ് സീൻ ഉണ്ടെന്ന് പറയുന്നു പുതിയ സിനിമയില്. ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യുന്നത്. അതിന്റെ പേര് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പൊ അതങ്ങനെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് ഫുള്ള് അത് ജൂണിൽ കഴിയുന്ന ഹൈപ്പായിരുന്നു. പറയുന്നത്. ചെട്ടിക്കുളങ്ങരയില് സൂര്യയുടെ ഒരു ഫൈറ്റ് സീൻ എന്നൊക്കെ പറഞ്ഞാൽ അതെനിക്കൊന്നും നമ്മുടെ മലയാളി ഓഡിയൻസിന് വേണ്ടി കേറ്റർ ചെയ്യുന്ന ഒരു സാധനമാണ്. അതെ, അത് പ്രത്യേകിച്ച് ജിത്തു മാധവൻ സിനിമ ഇപ്പൊ ആവേശമൊക്കെ ഡയറക്ട് ചെയ്ത പോലെ ചെയ്താൽ അടിപൊളിയായിരിക്കും. അപ്പൊ അതൊരു കാർണിവൽ ഫൈറ്റ് സീൻ ആണെന്നാ പറയുന്നത്. ഇത്രമാത്രം ശരിയാണെന്നറിയണം. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചാണ് പറയുന്നത്. അതായിരിക്കും കാരണം ചെട്ടിക്കുളങ്ങര ഒരു കാർണിവൽ സോങ് ആയിട്ടല്ലേ ആ സിനിമയിൽ കാണിക്കുന്നത്. ആ ആള് ചെയ്തു വെച്ച എത്രമാത്രം നമുക്കറിയാം. പീക്ക്. അതെ, ആ സാധനം കിട്ടാൻ ഭയങ്കര ഒരു വലിയ സാധനമായിരിക്കും. പിന്നെ വേറൊരു പുതിയ ഒരു മലയാളം ഡയറക്ടറായിട്ട് വരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, നഹാസിദായത്തായിട്ട് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. വേറൊരു സിനിമ പറയുന്നുണ്ട്. അതെ, നഹാസിദായത്താണെങ്കിൽ ഭയങ്കര ഹൈപ്പ് നിൽക്കുന്നുണ്ട്. RDX വന്നു, അത് ഭയങ്കര ഹിറ്റായി. അത് ഇനിയിപ്പം സെക്കൻഡ് പടം ആം ഗെയിം ചെയ്തു, ഇപ്പം റാപ്പ് കഴിഞ്ഞു. അടുത്ത സൂര്യയുടെ കൂടെ അത്രയ്ക്ക് നിനക്ക് തോന്നുന്നുണ്ടോ അത്രയ്ക്ക് ഹൈപ്പിനുള്ള ഒരു ഡയറക്ടറാണ് നഹാസിദായത്ത്? ഇപ്പം കാരണം വച്ചടി മേജർ ആക്ടേഴ്സിന്റെ കൂടെ അത്രമാത്രമാണെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ മലയാളത്തിൽ ഇപ്പൊ എത്രമാത്രം വർക്കൗട്ട് ആവുന്നല്ലോ. നമുക്കിപ്പോ എം ഗെയിം കണ്ടാലേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അടുത്ത സിനിമ നല്ലതായിരുന്നു. മീൻസ് ആക്ഷൻ വെച്ച് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ. പിന്നെ ഇമോഷണലി ആ സിനിമ നമുക്ക് തുടക്കം തന്നെ കണക്ട് ആയി. കാരണം ഒരു കൊച്ചിന്റെ പ്രശ്നങ്ങൾ വെച്ചാണ് ആ സിനിമ തുടങ്ങുന്നത്. അപ്പൊ നമുക്കത് എത്രമാത്രം നന്നാവുമെന്ന് പറഞ്ഞോളൂ. പക്ഷെ സൂര്യ വേറെ ട്രാക്കായി ഇപ്പൊ തന്നെ. സൂര്യ കംപ്ലീറ്റ്ലി മലയാളത്തിലേക്ക് വരുന്ന പോലെയായി. ഇപ്പൊ ജിത്തു മാധവൻ, ജിത്തു മാധവനായിട്ടുള്ള പടം കംപ്ലീറ്റ് തമിഴ് സിനിമയാണോ? കംപ്ലീറ്റ് തമിഴ് സിനിമ അല്ല, കേരളത്തിലും കുറച്ച് നടപ്പുണ്ട്. എന്തോ അതിന്റെ സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് പണിഷ്മെന്റ് കിട്ടി വരുന്ന കേരളത്തിൽ വരുന്ന ഒരു പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിഞ്ഞത്. പണിഷ്മെന്റ് കിട്ടി വരുന്ന അപ്പൊ കുറച്ചൊരു തട്ടുപൊളിപ്പൻ സെറ്റപ്പ് സൂര്യയാണോ? ആയിരിക്കും. അത് വളരെ അതും ഇപ്പം പിന്നാണ് തമിഴിലെ ഡയറക്ടേഴ്സ് ഒക്കെ വളരെ ഇപ്പം അവരുടെ ടോപ്പ് ടിയർ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞവരൊക്കെ കുറച്ച് ഫ്ലോപ്പ് എടുത്ത് അവിടെ ഒരു ക്രിയേറ്റീവ് ഹെഡ് ഇല്ലാണ്ട് നിൽക്കുന്ന സമയം അതാണെന്ന് തോന്നുന്നു. എല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ട് നമ്മുടെ മലയാള സിനിമയിലെ ഡയറക്ടർ മലയാള സിനിമയിലോട്ട് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ സൂര്യയുടെയും ജിത്തു മാധവന്റെയും സിനിമയും സൂര്യയുടെ നിഹാസിദാത്തിന്റെ സിനിമ നോക്കുവാണെങ്കിൽ കേരളത്തിൽ നിനക്ക് ഈ സിനിമയ്ക്കായിരിക്കും കൂടുതൽ ഹൈപ്പ് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നത്. ഓഫ്കോഴ്സ് ജിത്തു മാധവനായിട്ട്. അത് ആവേശം എഫക്ട് അല്ലേ? ആവേശം എഫക്ട്, തീർച്ചയായും ആവേശം എഫക്ട്. അത് തന്നെ. പിന്നെ സൂര്യക്കാണ് ബ്രാൻഡ് ഉണ്ട് ഡയറക്ടറിന്റെ, ജിത്തു മാധവൻ എന്ന രീതിയിൽ. പിന്നെ അതിനകത്ത് നായികൻ അസ്രിയാണ്. പിന്നെ മലയാളത്തിൽ നെസ്ലിൻ ഉണ്ട്, പല ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ അമ്പാനായിട്ട് അഭിനയിച്ച പുള്ളിയുണ്ട് സിനിമയിൽ. പല ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ പിന്നെ ഈ ഇപ്പൊ തന്നെ തമിഴ് സിനിമയിൽ ആ ഒരു ഇപ്പൊ വിജയ് മാറിയേക്കുമ്പോൾ ആ ഒരു ഹെഡ് സ്പോട്ട് ഒക്കെ ഇപ്പം ഭയങ്കര അവൈലബിൾ ആണ്. അത് പിടിക്കാനായിരിക്കും സൂര്യ ഇങ്ങനത്തെ ഐറ്റങ്ങൾ ശ്രമിക്കുന്നല്ലേ? അതെ, അങ്ങനത്തെ ചെയ്യണം. ഇപ്പൊ സൂര്യയുടെ കരിയറിൽ ഇപ്പൊ ഭയങ്കര ഫ്ലോപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കങ്കുവ ഇത് നമുക്കറിയാലോ എത്രമാത്രം ഫ്ലോപ്പ് ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ബ്രേക്ക് കിട്ടണം. അതെ, ഇനിയുള്ള റിലീസിന് വരുന്ന എല്ലാം നല്ലൊരു ഡയറക്ടേഴ്സ് ആയിട്ടാണ്. നമുക്ക് നോക്കാം. അതന്നെ, എങ്ങനെയുണ്ടോ നോക്കാം.